ഞാൻ നാളെ ആദ്യമായിട്ടല്ലേ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ഇനി കുറേ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടുമായിരിക്കും അല്ലേ? മോൾക്ക് പിന്നെ ഫ്രണ്ട്സിനെ കിട്ടുമായിരിക്കും. മോൾക്ക് കിട്ടുന്ന ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ എൻ്റെ അടുത്തൊന്ന് പറയാം. ശരി അമ്മേ. കുട്ടികളെ, ഇതാണ് നമ്മളുടെ ന്യൂ സ്റ്റുഡൻസ് അൽഫിയ ആൻഡ് നിരഞ്ജന. ഹലോ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ന്യൂ സ്റ്റുഡൻസ് ആയതുകൊണ്ട് നിങ്ങൾ വേറെ കുട്ടികളായിട്ട് കൂട്ടുകൊണ്ട്. ശരി ടീച്ചർ. ഓക്കെ ടീച്ചർ. ഓക്കെ, അപ്പോൾ നിരഞ്ജനയും അൽഫിയയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീറ്റിൽ നിന്നു. പേരെന്താ? ഞാനെന്തിനാ നിന്നോട് പറയുന്നത്? നീ വെറും യൂസ്ലെസ്സാ. സോറി. ഹായ്, എൻ്റെ പേര് നത്താഷ. എൻ്റെ കൂടെ ഫ്രണ്ട് ആവുന്നു. പിന്നെന്താ അവലു. എന്നാ ഫോൺ നമ്പർ തരുമോ? ആ തരാം. 964630. ആ ഓക്കെ, കിട്ടി, എഴുതിയിട്ടുണ്ട്. രാത്രി എപ്പോൾ വിളിച്ചാലാ കിട്ടുന്നത്? ആ രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ ഒരു 1 PM ഒക്കെ ആവേ ഉള്ളൂ. എനിക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ആ ഓക്കെ. എൻ്റെ കൂടെ മാത്രം ഒരു ഫ്രണ്ട് ആവുന്നില്ല. ബാക്കി ഇപ്പോൾ വന്ന ന്യൂ സ്റ്റുഡൻറ്റിൻ്റെ കൂടെ ഒരു ഫ്രണ്ട്സായി. എന്ത് പറ്റി എൻ്റെ അടുത്ത് ആരും ഫ്രണ്ടാവാ? മിക്കവാറും എന്നെ കാണാൻ കൊള്ളില്ലാത്തതുകൊണ്ടായിരിക്കും. ഇനി ഞാൻ നാളെ കാണിച്ചു തരാം. അമ്മേ, ഞാൻ ഇന്നലെ സ്കൂളിൽ പോയപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി. ഇന്ന് ഞാൻ അതുകൊണ്ട് കുറേ മേക്കപ്പൊക്കെ ചെയ്തിട്ട് പോകാൻ പോകും. എന്താ മോളെ കളിയാക്കിയെന്നു? നമുക്ക് എന്തായാലും അവരൊരു പാഠം പഠിപ്പിക്കണം. അപ്പോൾ മോൾക്ക് ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു തരാം എന്ന് തന്നെ. ശരി അമ്മ. ഇവളെങ്ങനെ എന്നെ കാട്ടി സുന്ദരിയായി? ഹായ്, എൻ്റെ കൂടെ ഫ്രണ്ടാവാമോ? എൻ്റെ കൂടെ ഫ്രണ്ടാവാമോ? എൻ്റെ കൂടെ. അതിനെന്താ, ആവാലോ. ഓ താങ്ക് യു. ഇവളെ കിട്ടിയപ്പോൾ എന്നെ ആർക്കും വേണ്ട. ഇവക്ക് ഞാൻ കാണിച്ചു കൊടുക്കും. ഇന്നലെ അവൾ നല്ല സുന്ദരിയായിട്ട് വന്ന് എന്നെ ഫുൾ നാണം കൊടുത്തു. ഇന്ന് ഞാൻ അവൾക്ക് എന്തായാലും കാണിച്ചു കൊടുക്കും. ഇന്ന് അവൾക്കൊരിട്ട് പണിയെടുത്തിട്ട് എന്നെ കാണും. അവളെന്തായാലും അവിടെ ഇരിക്കുന്നുണ്ട്. അവൾക്ക് ഇപ്പം തന്നെ പറഞ്ഞു. നിരഞ്ജന, നിന്നേതാ ടീച്ചർ വിളിക്കുന്നു, അത്യാവശ്യമായിട്ട് കാണണമെന്നാ പറഞ്ഞത്. സ്റ്റാഫ് റൂമിൽ ചെല്ലാനാ പറഞ്ഞത്. എന്താ ടീച്ചർ വിളിച്ചോ? ആ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ വരാമേ, ടീച്ചർ വിളിച്ചാണ്. ഓക്കെ നിരഞ്ജന. എന്താ ടീച്ചർ വിളിച്ചേ? ഞാൻ വിളിച്ചില്ലല്ലോ. അല്ല, അൽഫിയ പറഞ്ഞു ടീച്ചർ വിളിച്ചെന്ന്. എന്തായാലും ഞാൻ വിളിച്ചിട്ടില്ല. അപ്പം എന്തായാലും വന്നതല്ലേ, ഇതാ ഈ ബുക്സും കൂടെ എടുത്തോളൂ. ഓക്കെ ടീച്ചർ. ബുക്സ് എല്ലാം നല്ല വെയിറ്റ് ഉണ്ട്. ഞാനിവിടെ ഒളിച്ചിരിക്കുക. എന്നിട്ട് അവൾ വരുമ്പോൾ തന്നെ ഞാനിവിടെ പേടിക്കും. ആ അവൾ വരുന്നു. ഞാനെന്തായാലും പെട്ടെന്ന് മാസ്ക് വരട്ടെ. നീ ബുക്സ് താഴെ ഇട്ടോ. ഞാൻ ടീച്ചറിനോട് എന്തായാലും കംപ്ലൈൻറ്റ്. അത് പിന്നെ നീ പേടിപ്പിച്ചോണ്ടല്ലേ. ഞാൻ പേടിപ്പിച്ചൊന്നുമില്ല, നീ തനിയെ പേടിച്ച് താഴെ വീഴ്ത്തിയതാ. എന്താ കുട്ടികളെ ഇവിടെ പ്രശ്നം? ആ ഇതാ ടീച്ചർ വന്നല്ലോ. ഇനി നിന്റെ കാര്യം കഷ്ടത്തിലാവും. ടീച്ചർ, നിരഞ്ജന വെറുതെ ബുക്സ് താഴെ എന്നിട്ട് എന്നെ കുറ്റം പറയുക ആണോ നിരഞ്ജന? അല്ല ടീച്ചർ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അൽഫിയ ഒരു മാസ്ക് വെച്ചിട്ട് എന്നെ പേടിപ്പിച്ചു. അപ്പോൾ പേടിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ബുക്സ് താഴെ പോയതാ. അൽഫിയ, ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. സോറി ടീച്ചർ. ആ ഞാൻ ഇപ്പോഴത്തേക്കും നിൻ്റെ അടുത്ത് ക്ഷമിച്ചിരിക്കുന്നു. ആ പിന്നെ ഞാനൊരു കാര്യം പറയാം. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചേ കിട്ടാറുള്ളൂ. അതിനെ നിങ്ങൾ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. കൂടാതെ നിങ്ങൾ കൂടുതലും ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ നോക്കുക, അല്ലാതെ അടിയിടാൻ നോക്കരുത്. ഓക്കെ ടീച്ചർ. അപ്പോൾ രണ്ടുപേരും കൈ കൊടുത്ത് ഫ്രണ്ട്സ് ആയിരിക്കും. സോറി. കുഴപ്പമില്ല. ഇനി നമ്മൾ എപ്പോഴും ഫ്രണ്ട്സ് ആയിരിക്കും. ഓക്കെ.